ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ മുന്നിൽ വന്നാലും അതിനെ ഇയർലി റിട്ടേൺ ആയിട്ട് മനസ്സിലാക്കണം. അതിനൊന്നെങ്കിൽ നമുക്ക് XIRR ഉപയോഗിക്കാം, CAGR ഉപയോഗിക്കാം. മൾട്ടിപ്പിൾ ക്യാഷ് ഫ്ലോ ഉണ്ടെങ്കിൽ എന്തേ പറ്റുള്ളൂ, XIRR മാത്രമേ പറ്റുള്ളൂ, CAGR പറ്റില്ല. ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണം ഉണ്ടല്ലോ, ഒരാൾ 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഡെയിലി 1000 വെച്ച് കിട്ടിയാൽ ഒരു മാസം കഴിയുമ്പോൾ അത് 45,000 ആയിട്ട് മാറും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇയർലി റിട്ടേൺ കണ്ടെത്തണമെങ്കിൽ നമുക്ക് XIRR ഉപയോഗിക്കാം. ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് വർഷത്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ എത്രയാണെന്ന് അതിന് ഞാനിവിടെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഡേറ്റ് ഇട്ടു, ഇന്നത്തെ ഡേറ്റ് ഇട്ടു, അടുത്ത മാസം 26-ാം തീയതി ആകുമ്പോൾ അത് 45,000 ആയിട്ട് മാറുന്നു എന്ന് കരുതുക. എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇയർലി റിട്ടേൺ ഇവിടെ ജസ്റ്റ് ഒരു ഈക്വൽ എന്നിട്ട് എക്സ് എന്ന് അടിക്കുക, XIRR ഫോർമുല സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് എന്തേ ഉള്ളൂ ഈ എമൗണ്ട് അങ്ങ് സെലക്ട് ചെയ്യുക. ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക മൈനസ് ആയിട്ട് കൊടുക്കണം, ഫൈനൽ വാല്യൂ എന്നുള്ളത് പോസിറ്റീവ് ആയിരിക്കണം, അത്രേ ശ്രദ്ധിക്കാനുള്ളൂ. ഒരു കോമ ഇടുന്നു, എന്നിട്ട് ഡേറ്റ് സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടി. ഇതാണ് നമ്മുടെ ഇയർലി റിട്ടേൺ. ഒരാളുടെ 25,000 രൂപ ഒരു മാസം കഴിയുമ്പോൾ 45,000 ആയിട്ട് അത് മാറിക്കഴിഞ്ഞാൽ 1,27,490% ആനുവലൈസ്ഡ് റിട്ടേൺ. ഇനി ഇത് CAGRലും കണ്ടെത്താം. അപ്പോൾ CAGRൽ കണ്ടെത്തണമെങ്കിൽ നമുക്ക് CAGRൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഫൈനൽ വാല്യൂ ഡിവൈഡ് ഇനീഷ്യൽ വാല്യൂ ഒരു കോമ 1/ഇയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു -1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര ദിവസം കൊണ്ടാണ് ഈ 25,000 45,000 ആകുന്നത്? 30 ദിവസം കൊണ്ടാണ്. ഈ 30 ദിവസം എന്നുള്ളതിനെ ഇയർ ആയിട്ട് മാറ്റണം. ഇയർ ആയിട്ട് മാറ്റാൻ എന്തേ ഉള്ളൂ, ദിവസത്തിനെ 365 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഇയർ കണ്ടെത്താം. ഈ 30 ദിവസം എന്നുള്ളത് എത്രയാണെന്ന് കണ്ടെത്തണമെങ്കിൽ എന്തേ ഉള്ളൂ, സമം 30 ഡിവൈഡ് 365 അഥവാ 0.082192 ഇയർ ആണ്. നമുക്ക് ദിവസത്തിനെ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ദിവസത്തിന് 365 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര ഇയർ ആണ് കിട്ടി? ഒരു മാസം എന്ന് പറയുന്നത് 0.082 ഇയർ ആണ്. ഇനി CAGR കണ്ടെത്താൻ എളുപ്പമാണ്. CAGR ഫോർമുല എന്ന് പറയുന്നത് ഒരു സമം പ്രസ് ചെയ്യാം, ഒരു POW എന്ന് അടിക്കുമ്പോൾ തന്നെ അവിടെ വരും, പവർ എന്നുള്ളത് വരും, പവർ ബ്രാക്കറ്റ് വന്നു. ഇനി ഫൈനൽ വാല്യൂ ഡിവൈഡ് ഇനീഷ്യൽ വാല്യൂ സെലക്ട് ചെയ്തു, ഒരു കോമ ഇടുന്നു, 1 ഡിവൈഡ് ഇയർ ആണ്, ഇയർ നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്, ഇയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു -1 എന്നിട്ടൊരു എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇയർലി റിട്ടേൺ. കണ്ടോ, രണ്ട് ഫോർമുല ഉപയോഗിച്ചാലും നമുക്ക് സെയിം റിട്ടേൺ ആണ് കിട്ടുക, CAGR ഉപയോഗിച്ചാലും XIRR ഉപയോഗിച്ചാലും. പക്ഷേ CAGRൻ്റെ ഒരു കുഴപ്പം, ഈ ഫൈനൽ വാല്യൂ എൻഡ് വാല്യൂ മാത്രം ഉണ്ടെങ്കിൽ ഈ കണക്ക് കൂട്ടാൻ കഴിയുള്ളൂ. CAGR ഒന്നിലധികം ക്യാഷ് ഫ്ലോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് CAGR ഉപയോഗിക്കാനും കഴിയില്ല. അതല്ലെങ്കിൽ ഒറ്റ ക്യാഷ് ഫ്ലോ, അല്ലെങ്കിൽ ഒരു ലംസം ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു തുക തുടക്കത്തിലുള്ള ഒരു ഫണ്ടിൻ്റെ NAV വാല്യൂ അല്ലെങ്കിൽ ലാസ്റ്റ് വാല്യൂ, ഇതാണെങ്കിൽ നമുക്ക് രണ്ട് ഉപയോഗിച്ചിട്ടും കണ്ടെത്തിയാൽ ഉത്തരം സെയിം ആയിരിക്കും. അപ്പോൾ ഈ 25,000 രൂപ ഒരു മാസം കൊണ്ട് 45,000 ആകുക എന്ന് പറയുന്നത് ആനുവലൈസ്ഡ് റിട്ടേൺ പറഞ്ഞാൽ 1,27,490%